നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫ്രാക്ഷണൽ നമ്പേഴ്സ് അല്ലേ സ്റ്റാർട്ട് ചെയ്തേ. ടൈപ്സ് ഓഫ് ഫ്രാക്ഷൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞു. മിക്സഡ് ഫ്രാക്ഷൻ വരെ ഏതൊക്കെ? ഇക്വലന്റ് ഫ്രാക്ഷൻ, ലൈക്ക് ഫ്രാക്ഷൻ, അൺലൈക്ക് ഫ്രാക്ഷൻ, പ്രോപ്പർ ഫ്രാക്ഷൻ, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ, മിക്സഡ് ഫ്രാക്ഷൻ. ഇനി കുറച്ച് എക്സസൈസ് ചെയ്യാണ്ട്. എക്സസൈസ് 6.1 പേജ് നമ്പർ 115 115 കുറച്ച് എക്സാമ്പിൾസ് ചെയ്യാനുണ്ട്. അതിൽ എയും ബിയും കുഴപ്പമില്ല. സി ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ. രണ്ട് ഫ്രാക്ഷൻസ് തമ്മിൽ എങ്ങനെയാണ് കമ്പയർ ചെയ്യുക? ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ. അപ്പൊ നമുക്ക് ഓരോ എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ എന്താ അതുൽ? മിസ് പേജ് നമ്പർ ഒന്നും കൂടി പറയോ? 115. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2/8 2/8 4/8. 2/8 4/8. ഇവിടെ ഗ്രേറ്റർ ദാൻ വേണോ ലെസ് ദാൻ വേണോ നമ്മൾ എങ്ങനെയാ ചെക്ക് ചെയ്യുക? എന്താ ഹന്ന? ഇത് 4 അങ്ങോട്ടല്ലേ വര വരുന്നത്? എങ്ങനെ? ഇത് 4 അല്ലേ 4/8 അല്ലേ ഗ്രേറ്റർ? 4/8 ഗ്രേറ്റർ. അതെങ്ങനെയാന്ന് വെച്ചാല് നമ്മള് ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ, ഇവിടെ രണ്ടും ഡിനോമിനേറ്റർ 8 ആണ് വരുന്നത് അല്ലേ? ഡിനോമിനേറ്റർ രണ്ടും സെയിം ആണ് ഇവിടെ. അപ്പൊ ഗ്രേറ്റർ ന്യൂമറേറ്റർ ഉള്ളതായിരിക്കും ഗ്രേറ്റർ ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ഗ്രേറ്റർ ന്യൂമറേറ്റർ ഉള്ളതായിരിക്കും ഗ്രേറ്റർ ഫ്രാക്ഷൻ. അപ്പൊ 2/8 ആണ് ചെറുത്, 4/8 ആണ് വലുത്. ഓക്കെ, അങ്ങനെ ഇതില് രണ്ടാമത്തെ, മൂന്നാമത്തെ, 5, 6, 7, 10. ഓക്കെ, ഞാൻ പറയുന്ന നമ്പേഴ്സിന്റെ ഒക്കെ ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഒന്ന് ആൻസർ ചെയ്ത് വെക്കണേ. രണ്ടാമത്തത്, മൂന്നാമത്തത്, അഞ്ചാമത്തത്, ആറാമത്തത്, ഏഴാമത്തത്, പിന്നെ 10ാമത്തത്. 2, 3, 5, 6, 7, 10. അതൊന്ന് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് വെച്ചേ ടെക്സ്റ്റിനകത്ത്. ഡിനോമിനേറ്റേഴ്സ് രണ്ടും സെയിം ആണെങ്കിൽ, ന്യൂമറേറ്റർ ഏതാണോ വലുത് അതായിരിക്കും ഗ്രേറ്റർ ഫ്രാക്ഷൻ. അപ്പൊ ജസ്റ്റ് ആ നമ്പേഴ്സ്, ഞാൻ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സ് ഒന്ന് ഗ്രേറ്റർ ദാൻ ഓർ ലെസ് ദാൻ ഒന്ന് ചെയ്ത് നോക്കിയേ. ചെയ്തോ? ഓക്കെ, എളുപ്പമായിരിക്കും. എന്താ ജോസി? മിസ് ഇതിനകത്ത് ചെയ്യാൻ പറഞ്ഞത് 2, 3, 5, 6, 7, 8. 8 അല്ല 10. ചെയ്തോ? ഓക്കെ, അപ്പൊ പറയാം. രണ്ടാമത്തത് 5/6 2/6. അതില് 5/6 ആയിരിക്കും വലുത്. 5/6 ഗ്രേറ്റർ ദാൻ 2/6. ഇനി 7/11 4/11. രണ്ടും ന്യൂമറേറ്റർ സെയിം, ഡിനോമിനേറ്റർ സെയിം ആണ്. അപ്പോൾ ന്യൂമറേറ്റർ
7 വലുത്. അപ്പൊ 7/11 ഗ്രേറ്റർ ദാൻ 4/11. നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ 4/7 1/7. അത് കാണുമ്പോൾ തന്നെ അറിയാം 4/7 ആണ് വലുത്. നെക്സ്റ്റ് 1/9 7/9. 1/9 ലെസ് ദാൻ 7/9. 7/9 ആണ് വലുത്. ഓക്കെ, ദെൻ 7th വൺ 4/7 7/7 വെച്ച് നോക്കിയാൽ 7/7 ആയിരിക്കും വലുത്. 7/7 സോറി 4/7 ലെസ് ദാൻ 7/7. 10th വൺ 4/5 3/5 വെച്ച് നോക്കിയാൽ 4/5 ആയിരിക്കും വലുത്. അപ്പൊ രണ്ട് ഫ്രാക്ഷൻസ് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലായല്ലോ? ഒരു മിനിറ്റ്. റുവൈസ് ക്ലാസ്സിലല്ലേ ഇപ്പോ? എന്താ വീഡിയോ ഓൺ ചെയ്യാത്തെ? റുവൈസ് എന്തായി മെസ്സേജ് ടൈപ്പ് ചെയ്ത് വിട്ടിരിക്കുന്നത്? എന്താ കളിക്കുക ക്ലാസ്സിൽ ഇരുന്നിട്ട്? ഞാൻ ചുമ്മാ നോക്കുമ്പോ 64 മെസ്സേജ് എങ്ങനെ ഇപ്പൊ കാണുന്നുണ്ട്. വെറുതെ ഓരോ ഡോട്ട് ആയതാ. എന്താ ഇത്? തമാശ കളിക്ക? ക്ലാസ്സിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ മര്യാദക്ക് ഇരിക്കണമെന്ന് ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും കൂടി പറയുന്നതാ. ഓക്കെ, അപ്പൊ അതില് നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 2/7 2/7 2/9. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ വലുതാവുന്നതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഇവിടെ ന്യൂമറേറ്റർ രണ്ടും സെയിം ആണ്, ഡിനോമിനേറ്റർ രണ്ടും ഡിഫറെന്റ് ആണ്. ഇതിൽ ഡിനോമിനേറ്റർ ചെറുതാവുന്നതായിരിക്കും വലിയ ഫ്രാക്ഷൻ. ഡിനോമിനേറ്റർ ചെറുതാവുന്നതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അപ്പൊ 2/7 ആയിരിക്കും 2/9 വലുത്. ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ നെക്സ്റ്റ് 3/5 3/3 വെച്ച് നോക്കിയാൽ 3/3 ആയിരിക്കും വലുത്, 3/5 ആയിരിക്കും ചെറുത്. അതായത് ന്യൂമറേറ്റർ സെയിമും ഡിനോമിനേറ്റർ ഡിഫറെന്റും ആണെങ്കിൽ ഡിനോമിനേറ്റർ ചെറുത് വരുന്ന ഫ്രാക്ഷൻ ആയിരിക്കും വലിയത്. അപ്പൊ അതിൽ ബാക്കിയുള്ള 9 11 12 ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ. 9ാമത്തെയും 11ാമത്തെയും 12ാമത്തെയും 4ഉം 5ഉം 4ഉം 8ഉം ഞാൻ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. 9ഉം 11ഉം 12ഉം ഒന്ന് ചെയ്ത് നോക്കിയേ. ചെയ്തോ? ഫസ്റ്റത്തെ 2/9 2/3. ഇതിലേതായിരിക്കും വലുത്? 2/3 ആയിരിക്കും വലുത്. 1/2ഉം 1/4ഉം വെച്ച് നോക്കിയാൽ 1/2 ആയിരിക്കും വലുത്. 1/8ഉം 1/7ഉം വെച്ച് നോക്കിയാൽ 1/7 ആയിരിക്കും വലുത്. ഓക്കെ, എന്താ ഹന്ന? ഇതിനകത്ത് ന്യൂമറേറ്റർ എല്ലാം സെയിം അല്ലേ? ന്യൂമറേറ്റർ സെയിം ആണ്, ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആണ്. ഈ ന്യൂമറേറ്റർ എന്താ ഡിഫറെന്റ് ആണ്, ഡിനോമിനേറ്റർ ഡിഫറെന്റ് ആയിട്ട് വന്നാലോ? അത് നിങ്ങൾക്ക് ഇപ്പൊ പഠിക്കാനില്ല, അത് നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാനുണ്ട്. അത് നോക്കാൻ വേറെ വഴിയുണ്ട്.
ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു കാര്യം മാത്രം നോക്കിയാൽ മതി. അതൊരു നോട്ട് പോലെ ഞാനിപ്പോൾ ഷോർട്ട് നോട്ട് പോലെ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതൊന്ന് നിങ്ങൾ ജസ്റ്റ് നോട്ടിൽ എഴുതി വെക്കാം. ഓക്കെ, കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്. കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് ജസ്റ്റ് ഒന്ന് നോട്ടിൽ എഴുതി വെക്കാം. ഓക്കെ, ന്യൂമറേറ്റർ ഡിഫറൻറ്റും പിന്നെ ഡിനോമിനേറ്റർ സെയിമും ആണെങ്കിൽ എങ്ങനെയാ വരാ? ന്യൂമറേറ്റർ ഡിഫറൻറ്റും ഡിനോമിനേറ്റർ സെയിമും ആണെങ്കിൽ the fraction having greater numerator will be the greater fraction. ഇനി ന്യൂമറേറ്റർ സെയിമും ഡിനോമിനേറ്റർ ഡിഫറൻറ്റും ആണെങ്കിൽ the fraction having smaller denominator will be the greater fraction. ഇതൊന്ന് ഇതേപോലെ നിങ്ങൾ നോട്ട്ബുക്കിനകത്ത് എഴുതി വെക്കുക. കമ്പാരിസൺ ഓഫ് ഫ്രാക്ഷൻസ്, ന്യൂമറേറ്റർ ഡിഫറൻറ്റും ഡിനോമിനേറ്റർ സെയിമും ആണെങ്കിൽ the fraction having greater numerator will be the greater fraction. ഇനി ന്യൂമറേറ്റർ സെയിമും ഡിനോമിനേറ്റർ ഡിഫറൻറ്റും ആണെങ്കിൽ the fraction having smaller denominator will be the greater fraction. കമ്പാരിസണിൽ ഇത് മാത്രം നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. അസെൻഡിങ് ഓർഡറിൽ എഴുതാന്ന് വെച്ചാൽ ചെറിയ ഫ്രാക്ഷനിൽ നിന്ന് വലിയ ഫ്രാക്ഷനിലേക്ക്. അപ്പം നമ്മളിപ്പോൾ ഇവിടെ കമ്പാരിസൺ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി വലുതേതാ ചെറുതേതാ നോക്കാൻ എങ്ങനെയാണെന്ന് നമുക്ക് അറിയാം. 11/11, 8/11, 6/11. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതായിരുന്നു? 11/11, 8/11, 6/11. ഇവിടെ എല്ലാത്തിൻ്റെയും ന്യൂമറേറ്റർ സെയിം ആണ് അല്ലേ? ന്യൂമറേറ്റർ 3ന്റെ സെയിം ആണ്. അപ്പം ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതായിരിക്കും? ന്യൂമറേറ്റർ സെയിം ആകുമ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ ഏറ്റവും ചെറുത് നോക്കിയാൽ മതി. ഏറ്റവും ചെറിയ ഡിനോമിനേറ്റർ വരുന്നതായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. 6/11 ലെസ് ദാൻ, അടുത്തത് 8/11 ലെസ് ദാൻ 11/11.
ഇതായിരിക്കും അസെൻഡിങ് ഓർഡർ. 6/11 ലെസ് ദാൻ 8/11 ലെസ് ദാൻ 11/11. അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയേ. എത്രയൊക്കെയായിരുന്നു? 8/20, 7/20. ഇതിൻ്റെ എല്ലാം ഡിനോമിനേറ്റർ സെയിം ആണ്. 7/20, 11/20, 9/20. ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ ഏറ്റവും ആദ്യം, പിന്നെ അതിൽ വലുത്, പിന്നെ അതിൽ വലുത്. 15/20. 15/20. ഒന്ന് അസെൻഡിങ് ഓർഡറിൽ ഒന്ന് ജസ്റ്റ് എഴുതി നോക്കിയേ. ഓക്കെ, അതിൻ്റെ ആൻസർ നോക്കാം അല്ലേ. ഇപ്പം ഇവിടെ ഡിനോമിനേറ്റേഴ്സ് എല്ലാം സെയിം ആയതുകൊണ്ട് അതിൽ ഏറ്റവും ചെറിയ ന്യൂമറേറ്റർ ഉള്ളതായിരിക്കും ഏറ്റവും ചെറിയ ഫ്രാക്ഷൻ. അപ്പം ഏറ്റവും ചെറുത് ഏതാ? 7/20. 7/20. അത് കഴിഞ്ഞിട്ട് വരുന്നത് 8/20. 7/20 ലെസ് ദാൻ 8/20 ലെസ് ദാൻ 9/20 ലെസ് ദാൻ 11/20 ലെസ് ദാൻ 15/20. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് അസെൻഡിങ് ഓർഡർ. ഇനി ഇതേപോലെ എന്നാൽ ഒന്ന് ഡിസെൻഡിങ് ഓർഡർ ചെയ്ത് നോക്കിയേ. തൊട്ടടുത്ത ക്വസ്റ്റ്യനിൽ മൂന്നാമത്തെ നാലാമത്തെ. ആ നാലാമത്തെ ക്വസ്റ്റ്യനിൽ ആദ്യത്തേത് 3/17 എന്നുള്ളതിന് പകരം 3/10 ആക്കുക. റൈറ്റിംഗ് ഡിസെൻഡിങ് ഓർഡർ എന്നുള്ള ക്വസ്റ്റ്യനിൽ നാലാമത്തെ ക്വസ്റ്റ്യനിൽ 3/17 കാണും. ബാക്കിയെല്ലാം 10 ആണ് ഡിനോമിനേറ്റർ വരുന്നത്. അപ്പോൾ അത് 3/17 എന്നുള്ളത് 3/10 ആക്കി മാറ്റാം. എന്നിട്ട് അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് നോക്കിയേ. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതണ്ടേ, വലുതിൽ നിന്ന് ചെറുതിലേക്ക്. ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന ഫ്രാക്ഷൻ 3/17, 1/17, 8/17, 11/17, 10/17. അപ്പം അതിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുമ്പോൾ നമ്മൾ ഏറ്റവും വലുതായിരിക്കണം ആദ്യം എഴുതേണ്ടത്. ഇവിടെ ഡിനോമിനേറ്റർ എല്ലാം സെയിം ആയതുകൊണ്ട് ന്യൂമറേറ്റർ മാത്രം നോക്കിയാൽ മതി. ന്യൂമറേറ്ററിന്റെ ഡിസെൻഡിങ് ഓർഡറിൽ അനുസരിച്ച് എഴുതുമ്പോൾ ഏറ്റവും വലുത് 11/17, പിന്നെ വരുന്നത് 10/17, 8/17, 3/17, 1/17. Okay. Fourth one 3/10, 9/10, 1/10, 7/10, 4/10. അതിൽ ഏറ്റവും വലുത് 9/10, പിന്നെ 7/10, അത് കഴിഞ്ഞ് 4/10, പിന്നെ 3/10, ഏറ്റവും ചെറുത് 1/10. അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറും ഇത് മനസ്സിലായില്ലേ? ഇനി വരുന്നത് ന്യൂമറേറ്റർ സെയിമും ഡിനോമിനേറ്റർ ഡിഫറൻറ്റും ആണെങ്കിൽ. ന്യൂമറേറ്റർ സെയിമും ഡിനോമിനേറ്റർ ഡിഫറൻറ്റും ആണെങ്കിൽ നമ്മൾ കമ്പാരിസൺ ചെയ്തതുപോലെ തന്നെ ചെയ്യാം. അസെൻഡിങ് ഓർഡറിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. 7/25, 7/25, 7/11, 7/11, 7/32.
7/32. നമുക്കറിയാം രണ്ട് ഫ്രാക്ഷൻസിന്റെ ന്യൂമറേറ്റർ സെയിമും ഡിനോമിനേറ്റർ ഡിഫറെന്റും ആണെങ്കിൽ ചെറിയ ഡിനോമിനേറ്റർ വരുന്നതായിരിക്കും വലിയ ഫ്രാക്ഷൻ. അപ്പൊ ഇവിടെ വരുന്നതിൽ ഈ മൂന്ന് ഫ്രാക്ഷൻസിൽ ഏറ്റവും വലുത് 7/11 ആയിരിക്കും. 7/11 ആയിരിക്കും ഏറ്റവും വലുത്. സോറി, അസെൻഡിങ് ഓർഡറിലല്ല എഴുതണ്ടേ അല്ലേ? അപ്പൊ ഏറ്റവും ചെറുത് ആദ്യം എഴുതാം. ഏറ്റവും ചെറുത് എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും ഏറ്റവും ചെറുത്. അപ്പൊ 7/32 ആയിരിക്കും ഏറ്റവും ചെറുത്. അതിൽ വലുത് 7/25. അതിലും വലുത് ഏറ്റവും വലുത് 7/11. അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് ന്യൂമറേറ്റർ സെയിം ആണെങ്കിൽ, ന്യൂമറേറ്റർ തന്നിരിക്കുന്ന എല്ലാത്തിലും സെയിം ആണെങ്കിൽ എങ്ങനെ വരും? ഏറ്റവും വലിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും ഏറ്റവും ചെറുത്. വലിയ ഡിനോമിനേറ്റർ ഉള്ളതായിരിക്കും ഏറ്റവും ചെറുത്. ഇതില് ആ ഡി ക്വസ്റ്റ്യനിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. 7/25, 7/11, 7/32. അതിൽ ഏറ്റവും ചെറുത് 7/32, അതിൽ വലുത് 7/25, ഏറ്റവും വലുത് 7/11. ഇനി അതിലെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കിയേ. 4/13, 4/13, 4/13, പിന്നെ എത്രയായിരുന്നു? 4/9, 4/15, 4/7. ഇതെങ്ങനെ നമ്മൾ അസെൻഡിങ് ഓർഡറിൽ എഴുതും? ഏറ്റവും വലിയ ഡിനോമിനേറ്റർ വരുന്നതായിരിക്കും ഏറ്റവും ചെറുത്. അപ്പൊ ഇതിൽ ഏറ്റവും വലിയ ഡിനോമിനേറ്റർ വരുന്നത് ഏതാ? 4/15. അതായിരിക്കും ഏറ്റവും ചെറുത്. അതിൽ വലുത് 4/13, അതിൽ വലുത് 4/9, ഏറ്റവും വലുത് 4/7. അപ്പൊ ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് എഴുതുന്നത്? ഡിസെൻഡിങ് ഓർഡറിൽ എഴുതുന്നതും. അതിൽ ഏറ്റവും വലുത് ആദ്യം എഴുതും. ഏറ്റവും വലുത് എന്ന് വെച്ചാൽ ഡിനോമിനേറ്റർ ഏറ്റവും ചെറുതുള്ളതായിരിക്കും ഏറ്റവും വലിയ ഫ്രാക്ഷൻ. ഇപ്പൊ നമ്മൾ എഴുതേണ്ട നേരെ ഓപ്പോസിറ്റ്. അപ്പോ അതിൽ ഈ ക്വസ്റ്റ്യനിൽ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനുള്ള ക്വസ്റ്റ്യനിൽ ഒന്നാമത്തെ രണ്ടാമത്തെ രണ്ട് ക്വസ്റ്റ്യനെ അതിൽ ബാക്കിയുള്ളൂ. അത് രണ്ടും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് അഡീഷൻ തുടങ്ങാം. ഇതിൻ്റെ ഫ്രാക്ഷൻസിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. എളുപ്പമാണ് ചെയ്യാൻ, ഒരു ബുദ്ധിമുട്ടുമില്ല. ഫ്രാക്ഷൻസ് പഠിക്കാൻ കുറച്ചും കൂടി ഈസിയാണേ. അപ്പൊ എന്ത് ചെയ്യാം? ഈ ക്വസ്റ്റ്യനിലെ ഒന്നാമത്തെ രണ്ടാമത്തെ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതാനുള്ള ക്വസ്റ്റ്യനിൽ 1ഉം 2ഉം ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. കമ്പാരിസൺ അപ്പൊ മനസ്സിലായല്ലോ? ഓക്കെ, ഇപ്പൊ ലാസ്റ്റ് ഇപ്പൊ ജോയിൻ ചെയ്ത 2 പേരുണ്ട്. അവര് ഇന്നത്തെ യൂട്യൂബ് ക്ലാസ് നിർബന്ധമായിട്ടും കാണണം. ഏബൽ ബിനോയും മുഹമ്മദും. യൂട്യൂബ് ക്ലാസ് കണ്ടതിന് ശേഷം ഹോംവർക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ടാവണം. പറഞ്ഞ ഹോംവർക്ക് ഇന്നോ നാളെയോ, ഇന്നിപ്പോ വൈകുന്നേരം 4 മണിയായില്ലേ, ഇന്നോ നാളെയോ ആയിട്ട് തന്നെ ഹോംവർക്ക് എനിക്ക് അയച്ചു തരാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.